വന്നിരിക്കുന്നത് which one of the following component of the immune system is not effective for the clearance of large parasite like worms? എന്താ പറഞ്ഞിരിക്കുന്നത്? ലാർജ് പാരസൈറ്റ് ലൈക്ക് വോംസിനെ ഏത് കോമ്പോണന്റ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം ആണ് ഒട്ടും എഫക്റ്റീവ് അല്ലാത്ത? താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എഴുതുന്നു. നമുക്കറിയാം നമ്മുടെ ഈ ലാർജ് വോംസ് ലൈക്ക് ഹെൽമിൻസ് ഒക്കെ അതുപോലെ തന്നെ അവരൊരു mm to centimeter ലെങ്ത്, അതായത് ഭയങ്കര വലിയ വലിയ സാധനങ്ങളായിരിക്കും. അതിന് നമ്മുടെ മാക്രോഫേജസ് അല്ലെങ്കിൽ ന്യൂട്രോഫിൽ വഴിയുള്ള ഫാഗോസൈറ്റോസിസ് വഴി ഇതിനെ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് ഫാഗോസൈറ്റോസിസ് ചെയ്യാൻ പറ്റിയതിനേക്കാളും വലുതാണ് നമ്മുടെ പാരസൈറ്റ്സ്. അപ്പൊ നമ്മുടെ ബോഡി എന്താ ചെയ്യുക? അപ്പൊ എന്ത് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് അവിടെ നടക്കുന്നത്? Th2 മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് നടക്കുന്നത്. റെസ്പോൺസ് അതിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാ? അതില് വരുന്നത് ഇന്റർലോക്കിൻ 4 അവരെന്താ ചെയ്യുന്നേ? IgE പ്രൊഡക്ഷൻ. ആണെങ്കിലോ സെക്രീഷൻ വഴി മിക്ക സെക്രീഷൻ കൂട്ടും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത്രയും പോയിന്റ് അപ്പൊ കിട്ടിയില്ലേ? ഇവിടെ എന്താ നടക്കുന്നത്? IgE കോട്ടഡ് ഗ്രാനുലോസൈറ്റിസ് ആണ് നടക്കുന്നത്. നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് നോക്കിയാലോ? നമുക്കറിയാം നമ്മുടെ ബേസോഫിൽസ് എന്ന് പറയുന്നത് അവര് ഫസ്റ്റ് ഓപ്ഷനായ ബേസോഫിൽസ് ചെയ്യും എന്ത്? IgE റിസപ്റ്റർ. ബേസോഫിൽ എക്സ്പ്രസ് ചെയ്യും IgE റിസപ്റ്റർ. അതുപോലെ തന്നെ അവര് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിനെ റിലീസ് ചെയ്യും. അവര് അതുവഴി ബേസോഫില് സപ്പോർട്ട് ചെയ്യും നമ്മുടെ Th2 മീഡിയേറ്റർ റെസ്പോൺസിനെ. അപ്പൊ അവരല്ല നമ്മുടെ ഓപ്ഷൻ. നോട്ട് എഫക്റ്റീവ് അല്ലേ ചോദിച്ചേക്കുന്നേ? സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ഇസ്നോഫിൽ. സെക്കൻഡ് ഓപ്ഷൻ ഇസ്നോഫിൽസ്. ഇത് നമുക്കറിയാം ഇസ്നോഫില് പാരസൈറ്റിനെ ബൈൻഡ് ചെയ്യും ബൈ IgE. ഇസ്നോഫിൽ ഓപ്ഷൻ അല്ല. ഇസ്നോഫിൽ നമ്മൾ നോട്ട് ചെയ്യണം, കാരണം ഇവരാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ലാർജ് പാരസൈറ്റിനെ ക്ലിയർ ചെയ്യുന്നത്. ഓക്കെ, തേർഡ് ഓപ്ഷൻ നാച്ചുറൽ കില്ലർ സെൽസ്. നാച്ചുറൽ കില്ലർ സെൽസ് നമുക്കറിയാം, NK സെൽസ് നമുക്കറിയാം. അവരെ കില്ല് ചെയ്യുന്നത് വൈറസ് ഇൻഫെക്റ്റഡ് സെൽസിനെയാണ്. പോസ്റ്റ് സെൽ അല്ലാണ്ട് എക്സ്ട്രാ സെല്ലുലാർ പാരസൈറ്റിനെ അല്ല അവർ കില്ല് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിൽക്കട്ടെ, നമുക്ക് ലാസ്റ്റ് ഓപ്ഷനായ മാസ് സെൽസ് കൊണ്ട് നോക്കാം. സെൽസ് ബൈ ക്രോസ് ടോക്കിംഗ് വഴി ഹിസ്റ്റമിൻസും അതുപോലെ മിക്ക സെക്രേഷനും ഇൻക്രീസ് ചെയ്തിട്ട് നമ്മുടെ ഈ വോംസിനെ എക്സ്പെൽ ചെയ്യും. അപ്പോൾ അതുമല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു നാച്ചുറൽ കില്ലർ സെൽസ് ആണ് ലീസ്റ്റ് എഫക്റ്റീവ് ആയ. എന്താ കാരണം? അവര് ഹോസ്റ്റ് സെല്ലിലാണ് ആക്ട് ചെയ്യണം, അല്ലാണ്ട് എക്സ്ട്രാ സെല്ലുലാർ പാരസൈറ്റിനെ അല്ല. അതുപോലെ തന്നെ അവർ മെയിൻ ആയിട്ട് കിൽ ചെയ്യുന്നത് വൈറസ് ഇൻഫെക്റ്റഡ് സെൽസും ട്യൂമർ സെൽസും ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? ക്വസ്റ്റ്യൻ നമ്പർ 2 വരുന്നത്
Which one of the following corresponds to the angle of rotation? Okay. 310 helix and 3.613 helix. 310 helix എന്താണ്? 310 helix മീൻ ചെയ്യുന്നത് 3 റെസിഡ്യൂസ് ഉണ്ട് പെർ ടേൺ എന്നാണ് പറയുന്നത്. അപ്പൊ അവരുടെ ഹൈഡ്രജൻ ബോണ്ടിങ് എങ്ങനെയായിരിക്കും? Between I plus I and I plus 3. ഓക്കെ, നമുക്ക് ഇനി ഈ ആംഗിൾ ഓഫ് റൊട്ടേഷൻ പെർ റെസിഡ്യൂ അതല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, അതെങ്ങനെ നോക്കാം. ആംഗിൾ ഓഫ് റൊട്ടേഷൻ നമുക്കറിയാം, ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ 360 ഡിഗ്രി ആണ്. ബൈ എത്ര നമ്പർ ഓഫ് റെസിഡ്യൂസ് ഉണ്ട്? അതാണ് ആംഗിൾ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്, ഒരു റെസിഡ്യൂടെ. ഇവിടെ നമ്മൾക്കറിയാം 310 ഹെലിക്സിൽ വരുന്നത് 360 ഡിഗ്രി ബൈ എത്ര റെസിഡ്യൂ ഉണ്ട് പെർ ടേണിൽ? 3 റെസിഡ്യൂ. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് 120 ഡിഗ്രി. ഓക്കെ, ഇനി പറഞ്ഞേക്കുന്നത് 3.613 ഹെലിക്സ് ആണ്. ഒരു ടേണിൽ. അപ്പൊ അവരുടെ ഹൈഡ്രജൻ ബോണ്ടിങ് എങ്ങനെയായിരിക്കും? ആൽഫ ഹെലിക്സ് ആണ്. ഇവരുടെ ആംഗിൾ ഓഫ് റൊട്ടേഷൻ നോക്കിയാലോ? ആംഗിൾ ഓഫ് റൊട്ടേഷൻ എങ്ങനെയായിരിക്കാം? 360 ഡിഗ്രി ബൈ 6 റെസിഡ്യൂ. അപ്പൊ 100 ഡിഗ്രി. ത്രീ ടെൻ ഹെലിക്സിൽ 120യും 3.613 ഹെലിക്സിൽ 100ഉം ആണ്. അപ്പോ നമ്മുടെ ഇതല്ല നമ്മുടെ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് എൻസൈം കാറ്റലൈസ് ബയോകെമിക്കൽ റിയാക്ഷൻ ഗിവൺ ബിലോ? ഓക്കെ, ഏത് എൻസൈം ആണ് താഴെ കൊടുത്തിരിക്കുന്ന റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് അത് റിയാക്ഷൻ നോക്കാം. നമുക്ക് നോക്കാം. ഇവിടെ ഇതൊരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. ഗ്ലിസറൈഡ് ബാക്ക് ബോൺ ആണ് ഈ കാണുന്നത്. രണ്ടിലും അതുണ്ട്. രണ്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഒരു ഫോസ്ഫേറ്റ് വരുന്നത് C1ലാണ്, അടുത്ത ഫോസ്ഫേറ്റ് വരുന്നത് C3ലാണ്. ഇവിടെ വരുന്നത് C2ലും C3ലും. ആകെ ഫോസ്ഫേറ്റ് ട്രാൻസ്ഫർ മാത്രം നടന്നേക്കുന്നത്. പിന്നെന്താ, ഒരു പ്രോട്ടോൺ പോയിട്ടുണ്ട്. ATP NADP ഒന്നുമില്ല. നമുക്ക് അപ്പോൾ ഇത് ഈ റിയാക്ഷനിൽ മനസ്സിലാക്കാം. 1 3 1 3 ബിസ് ഫോസ്ഫേറ്റ്, രണ്ട് ഫോസ്ഫേറ്റ് ഇല്ലേ? ബിസ് ഇതെന്ന് പറയുന്നത് 1 1 തേർഡ് കാർബണിലാണ് ഫോസ്ഫേറ്റുകൾ 1 3 രണ്ട് ഫോസ്ഫേറ്റില്. അപ്പൊ ബിസ് ഫോസ്ഫോ റേറ്റ് എന്താ 2 ബിസ് ഫോസ്ഫോ. ഓൾറെഡി മനസ്സിലായി, ഇവിടെ ഇന്റർമോളിക്കുലർ റീഅറേഞ്ച്മെന്റ് മാത്രമാണ് ഈ റിയാക്ഷനിൽ നടന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇത് വരുന്നത്, ഈ റിയാക്ഷൻ വരുന്നത് ഒരു മ്യൂട്ടേസ് ആണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കിയാലോ? ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് മ്യൂട്ടേസ്, ഫോസ്ഫോഗ്ലിസറൈൻ മ്യൂട്ടേസ്, പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്, ഫോസ്ഫേറ്റേസ്, ബിസ് ഫോസ്ഫോഗ്ലിസറൈൻ മ്യൂട്ടേസ്.
ഓൾറെഡി നമുക്കറിയാം ഒരു മ്യൂട്ടേഷൻ. അപ്പോൾ ഇത് ഓപ്ഷൻ സി തെറ്റാണ്. നമ്മുടെ 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് 2,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറുന്ന റിയാക്ഷൻ ആരാ ചെയ്യുന്നത്? നമുക്കിപ്പോൾ തന്നെ ഓൾറെഡി അറിയാം, ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് മ്യൂട്ടേസ്. ഇത് എവിടെയാണ് നടക്കുന്നത് മെയിനായിട്ട്? ഇത് RBC ഹീമോഗ്ലോബിലാണ് ഏറ്റവും കൂടുതൽ ഈ റിയാക്ഷൻ നടക്കുന്നത്. ഉണ്ട് ഈ 2,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇവർ റെഗുലേറ്റ് ചെയ്യും ഓക്സിജൻ അഫിനിറ്റിനെ. അതുവഴി ഓക്സിജൻ ഈസിലി ആയിട്ട് റിമൂവ് ചെയ്യാൻ സമയം ഹെൽപ്പ് ചെയ്യും RBCന്. അതായത് 2,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റിന്റെ ഓക്സിജൻ ഈസിലി ആയിട്ട് ഹിമോഗ്ലോബിന് വിട്ടുകൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഫോളോയിങ് ലൈറ്റ് ട്രീറ്റ്മെന്റ് ലൈറ്റ് ഡാർക്ക് പ്രൊമോട്ട് ഫ്ലവറിംഗ് ഇൻ ഷോർട്ട് ഡേ പ്ലാന്റ്സ്. മിക്കവാറും ആൾക്കാർ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അതായത് തെറ്റിച്ച് കാണും. ഈ ഷോർട്ട് ഡേ പ്ലാന്റ് എന്നുള്ള ഒരു സംഭവം അവർ ശ്രദ്ധിച്ചു കാണില്ല. ഈ ഷോർട്ട് ഡേ പ്ലാന്റിന്റെ പ്രത്യേകത എന്താ? അവർ ആക്ച്വലി ഡേ ലൈറ്റ് മെഷർ ചെയ്യുന്നില്ല. അവർക്കൊരു അൺഇന്ററപ്റ്റഡ് ആയിട്ടുള്ള കിട്ടിയാൽ തന്നെ അവരെന്ത് ചെയ്യും? അതുവഴി ഫ്ലോറൽ ഇൻഡെക്സ് ഇങ്ങനെ ആക്ടിവേറ്റഡ് ആവും. അപ്പൊ നമ്മൾ ഈ ഓപ്ഷൻസിൽ ശ്രദ്ധിക്കേണ്ടത് ഇത് ഈ കോൺസെപ്റ്റിനെ പറയുന്നതാണ്. ഡാർക്ക് പീരീഡ്. ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വേണ്ടത് ലോങ് ആയിട്ടുള്ള അൺഇന്ററപ്റ്റഡ് ആയിട്ടുള്ള നോക്കിയാലോ. ഫസ്റ്റ് ഓപ്ഷനിൽ ഡാർക്ക്നെസ് കൂടുതലാണ്, അൺഇന്ററപ്റ്റഡ് ലോങ് ആയിട്ടുള്ള ഡാർക്ക്നെസ്. സെക്കൻഡ് ഓപ്ഷനിൽ ലൈറ്റ് ആണ് കൂടുതൽ, ഡാർക്ക്നെസ് കുറവാണ്, അപ്പൊ അത് ആവാൻ ചാൻസ് ഇല്ല. തേർഡിലോ ഡാർക്ക്നെസ് ഉണ്ട് പക്ഷെ ഇന്ററപ്റ്റഡ് ആണ് ബൈ ലൈറ്റ്, അപ്പൊ അത് ആവാൻ ചാൻസ് ഇല്ല. ഫോർത്ത് ഓപ്ഷനിൽ സെയിം തന്നെ, ഇന്ററപ്റ്റഡ് ആണ് ലൈറ്റ് വഴി. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. പറയുന്നേ a polydactyly allele show 60% penetrance and variable expressivity. എന്താ പറയുന്നത്? 60% പെനിട്രൻസ് ഉണ്ട്, ഒരു ഫാമിലിയിൽ 60% പെനിട്രൻസ് കാണിക്കുന്നുണ്ട് പോളിഡക്റ്റൈൽ അല്ലൽ. പക്ഷെ അവരുടെ എക്സ്പ്രസിവിറ്റി വേരിയബിൾ ആണ്. നമുക്ക് അത് പെനിട്രൻസ് എക്സ്പ്രസിവിറ്റി എന്താന്ന് നോക്കാം. പെനിട്രൻസ് എന്താ പറയുന്നത്? പെനിട്രൻസ് എന്താ മീൻ ചെയ്യുന്നത്? പെനിട്രൻസ് പറയുന്നത് എന്താ, നമ്മുടെ ട്രേറ്റ്സ് പ്രസന്റ് ആണോ അല്ലയോ എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 60% പെനിട്രൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഈ 60% ഇൻഡിവിജ്വലില് ഈ അല്ലൽ ഉണ്ട്, ആ ട്രേറ്റ് അപ്പിയർ ആണ്. ഇല്ല, എക്സ്പ്രസിവിറ്റി എന്താ നോക്കാം. എന്തോരം സ്ട്രോങ്ലി ആണ് അല്ലെങ്കിൽ എന്തോരം സിവിയർ ആയിട്ടാണ് ഈ ട്രേറ്റ് എക്സ്പ്രസ് ചെയ്യുക. അതായത് നമ്മളിവിടെ പറഞ്ഞ വേരിയബിൾ എക്സ്പ്രസിവിറ്റിയാണ് പറഞ്ഞേക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ.
എക്സ്പ്രസിവിറ്റി പറയുന്നത്. നമുക്ക് ഇനി ഓപ്ഷൻസ് നോക്കിയാലോ. ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 60% പെനിട്രൻസ് ഉണ്ട്, പക്ഷെ എക്സ്പ്രസിവിറ്റി ഡിഫറെന്റ് ആണ്. അതായത് 60% ഇൻഡിവിജ്വലിന് ട്രേറ്റ് ഉണ്ട്, അവര് അല്ലലുണ്ട്, ആ ട്രേറ്റ് കാണിക്കുന്നുമുണ്ട്, പക്ഷേ അവരുടെ സിവിയറിറ്റി ഡിഫറെന്റ് ആണ്. അതാ പറഞ്ഞത്. നമുക്ക് ഓപ്ഷൻ എ നോക്കിയാലോ. 60% ഓഫ് കാരിയേഴ്സ് ഷോ ദി ട്രേറ്റ് ആൻഡ് എമംഗ് ദോസ് ഹു ഷോ ഇറ്റ് സിവിയറിറ്റി വേരീസ്. അതല്ലേ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് ഇപ്പൊ തന്നെ നമുക്ക് ആൻസർ ഇപ്പൊ കിട്ടി കേട്ടോ. എന്നാലും ബാക്കിയും കൂടെ നോക്കാം. 100% കാരിയേഴ്സ്. കാരിയേഴ്സ് എല്ലാം നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു 60% ആണ് കാരിയേഴ്സ് എന്ന്. ഷോ ദി ട്രേറ്റ് ബട്ട് 60% മാക്സിമം സിവിയറിറ്റി. അതെല്ലാം നമുക്ക് തന്നെ മനസ്സിലായി. അടുത്ത ഓപ്ഷൻ 40% of the carriers express their trait. 40%. Okay. Same degree in identical manner അല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു വേരിയസ് എക്സ്പ്രസിവിറ്റി. അപ്പോൾ അത് തെറ്റാണ്. നാലാമത്തെ ഓപ്ഷൻ 100% of the carrier show the trait but the severity varies only in 40%. The carrier ഓൾറെഡി നമുക്കറിയാം ഇതൊക്കെ തെറ്റാണ്. ആൻസർ ഓൾറെഡി കിട്ടി. നമ്മളപ്പോൾ ഇന്ന് ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയിരിക്കുന്നത്. ബാക്കി സെറ്റ് നമുക്ക് നാളെ നോക്കാം. അപ്പോൾ താങ്ക് യു. ഇനിയും PYQs നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഇനിയും നോട്ട്സ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഇനിയും ഇതിൻ്റെ കണ്ടിന്യൂസ് നോട്ട് വേണമെങ്കിൽ നിങ്ങളുടെ ക്ലാസ് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ട്സ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് നോട്ട്സ് വേണമെങ്കിലും ഈ ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നോട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.